ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. നിങ്ങളുടെ വാഹനത്തിന് ഏതെങ്കിലും രീതിയിലുള്ള ഫൈൻ വന്നിട്ടുണ്ടോ? എങ്ങനെ അറിയാം? എങ്ങനെ പിഴയടക്കാം? നിങ്ങൾ ടൂ വീലറിൽ സഞ്ചരിക്കുന്ന സമയത്ത് ഹെൽമെറ്റ് വെക്കാതെ വാഹനം ഓടിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കാറിൽ സഞ്ചരിക്കുന്ന സമയത്ത് സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വാഹനത്തിൽ MVD, അതായത് മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെന്റ് AI ക്യാമറ ഉപയോഗിച്ച് പിഴ ചുമത്തിയിട്ടുണ്ടാകും. ഇത്തരത്തിൽ നമ്മുടെ വാഹനത്തിന് പിഴ ചുമത്തുന്നത് നമ്മുടെ RC ബുക്കിൽ നമ്മൾ മൊബൈൽ നമ്പർ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു SMS ആയിട്ട് വരുന്നതായിരിക്കും നമ്മുടെ മൊബൈലിലേക്ക്. ചിലപ്പോൾ SMS വരുന്നതിന് താമസം ഉണ്ടായേക്കും. അതല്ലെങ്കിൽ മൊബൈൽ നമ്പർ ആഡ് ചെയ്തിട്ടില്ലെങ്കിലും നമുക്ക് ഈ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായില്ല. അപ്പോൾ നമുക്ക് പിഴയൊന്നും വന്നിട്ടില്ല എന്നായിരിക്കും കരുതുന്നുണ്ടാകും. അപ്പോൾ ഇതുപോലെ നമ്മുടെ വാഹനത്തിന് ഏതെങ്കിലും രീതിയിൽ MVD പിഴ ചുമത്തിയിട്ടുണ്ടെന്ന് ഇങ്ങനെ നോക്കാം. ഉണ്ടെങ്കിൽ എങ്ങനെ ഈ പിഴ അടക്കാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. തുടർന്നുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനാബിൾ ചെയ്തു വെക്കുക. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ സെർച്ച് ബാറിൽ ഈ ചലാൻ പേയ്മെൻറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് ശേഷം ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് സെർച്ച് റിസൾട്ട് ഇതുപോലെ വന്നിട്ടുണ്ടായിരിക്കും. അതിൽ ഒന്നാമത്തെ ഓപ്ഷൻ തന്നെ കാണാം, ചലാൻ ഡീറ്റെയിൽസ് എന്നുള്ളത്. അതിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും. ഇവിടെ നമുക്ക് 3 ഓപ്ഷൻസ് ഉണ്ട്: ചലാൻ നമ്പർ, വെഹിക്കിൾ നമ്പർ, DL നമ്പർ എന്നുള്ളത്, അതായത് ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ എന്ന്. ഇവിടെ നമ്മൾ വെഹിക്കിൾ നമ്പർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം താഴെ വരുന്ന ഭാഗത്ത് വെഹിക്കിൾ നമ്പർ എന്നുള്ളത് കാണാം. ആ ഭാഗത്തായിട്ട് നമ്മുടെ വണ്ടി നമ്പർ നമ്മൾ കറക്റ്റായിട്ട് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. സ്പേസ് ഒന്നും കൂടാതെ കറക്റ്റായിട്ട് കംപ്ലീറ്റ് വെഹിക്കിൾ നമ്പർ നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ വരുന്ന ഭാഗത്ത് ചേസിസ് നമ്പർ ഓർ എഞ്ചിൻ നമ്പർ എന്നുള്ളത് കാണാം. അതിൽ നമ്മുടെ എഞ്ചിൻ നമ്പറിൻ്റെയോ അല്ലെങ്കിൽ ചേസിസ് നമ്പറിൻ്റെയോ അവസാനത്തെ 5 അക്കങ്ങളാണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മുടെ എഞ്ചിൻ നമ്പർ ചേസിസ് നമ്പർ നമുക്ക് അറിയാൻ വേണ്ടി നമ്മുടെ RC ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് കാണും. അതിൽ നിന്ന് നമ്മൾ എഞ്ചിൻ നമ്പറിൻ്റെയോ അല്ലെങ്കിൽ ചേസിസ് നമ്പറിൻ്റെയോ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ 5 ഡിജിറ്റ്സ്, ലാസ്റ്റ് 5 ഡിജിറ്റ്സ് നമ്മൾ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള ആ ഒരു കോഡ് നമ്പർ, അതിന് താഴെയുള്ള ഭാഗത്ത് ക്യാപ്ച എന്നുള്ള ആ ഒരു ഭാഗത്ത് കറക്റ്റായിട്ട്, അതുപോലെ തന്നെ ക്യാപ് ലെറ്ററും സ്മോൾ ലെറ്ററും ഒക്കെ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള ഗെറ്റ് ഡീറ്റെയിൽസ് എന്നുള്ള ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം ഇവിടെ താഴ്ഭാഗത്തോട്ട് സ്ക്രോൾ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ നമ്മുടെ വണ്ടിക്ക് വന്നിട്ടുള്ള എല്ലാ ഫൈനുകളും നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കും. അതിൽ ചെല്ലാൻ എന്നുള്ളതിൽ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിക്ക് വന്നുള്ള ആ ഒരു ഫൈനിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഏത് സ്ഥലത്തു നിന്നാണ്, എന്താണ് പിഴ ചുമത്തിയിട്ടുള്ളത് തുടങ്ങിയ ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ നമുക്ക് ആ ഒരു വിൻഡോ ഓപ്പൺ ആയി വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ഭാഗത്ത് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ ഫൈൻ ഈടാക്കിയിട്ടുള്ളത് എന്ത് റീസൺ ആണ്, എന്തൊക്കെയാണെന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് അവിടെ നിന്ന് കാണാം. ശേഷം നമുക്കിവിടെ പേ നൗ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു ഇൻ്റർഫേസ് വന്നിട്ടുണ്ടാകും. മൊബൈൽ വെരിഫിക്കേഷൻ എന്നുള്ളതാണ്. അവിടെ നമ്മുടെ ഒരു മൊബൈൽ നമ്പർ നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സെൻഡ് OTP എന്നുള്ള ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് നമുക്കൊരു OTP വരുന്നതായിരിക്കും. എൻ്റെ ഒരു OTP എന്നുള്ള ഭാഗത്ത് നമ്മുടെ മൊബൈലിലേക്ക് വന്നിട്ടുള്ള ഒരു OTP കോഡ് നമ്മളൊന്ന് കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെ സബ്മിറ്റ് എന്നുള്ള ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കും. അവിടെ നമ്മുടെ പേയ്മെൻറ്റ് ഗേറ്റ് വേണം. അവിടെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ പേയ്മെൻറ്റ് ID കാണാം, അതിൻ്റെ എമൗണ്ട് കാണാം. അതിന് താഴെയായിട്ട് സെലക്ട് പേയ്മെൻറ്റ് ഗേറ്റ് വേ എന്നുണ്ട്. അവിടെ നമ്മൾ ആരോഗ്യം ഉപയോഗിച്ചുകൊണ്ട് ഈ ട്രഷറി എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയായിട്ട് I ആക്സെപ്റ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്നുള്ളൊരു കോളുണ്ട്, അതിലൊന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള കണ്ടിന്യൂ എന്നുള്ള ഈ ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടുത്തായിട്ട് വരുന്നത് നമ്മുടെ പേയ്മെൻറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ. അതിൽ ഒന്നാമതായിട്ട് വരുന്നത് നെറ്റ് ബാങ്കിങ് എന്നുള്ളതാണ്. നെറ്റ് ബാങ്കിങ് ഡയറക്റ്റ് ഉള്ളതിൻ്റെ ലിസ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്, ബാങ്കുകളുടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഓപ്ഷൻ ഉള്ളവർക്ക് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അല്ലാത്തവർക്ക് പേയ്മെൻറ്റ് ഗേറ്റ് വേ 1, ഗേറ്റ് വേ 2 എന്നിങ്ങനെ 2 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ഗേറ്റ് വേ 1 എന്നുള്ളതാണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. അതിലാണ് ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ്, UPI പേയ്മെൻറ്റ് എന്നിങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്. ശേഷം അതിന് താഴെ ഇവിടെ പ്രൊസീഡ് ഫോർ പേയ്മെൻറ്റ് എന്നുള്ള ഈ ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. GRN ജനറേറ്റഡ് ഓക്കെ എന്നുള്ളതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം അടുത്ത് വരുന്ന വിൻഡോയിൽ നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡ് സെലക്ട് ചെയ്ത് കൊടുക്കാനാണ്. കാർഡ്, നെറ്റ് ബാങ്കിങ്, UPI എന്നിങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ കാർഡ് എന്നുള്ളതാണ് സെലക്ട് ചെയ്ത് കൊടുത്തുള്ളത്. ശേഷം വരുന്ന വിൻഡോയിൽ നമ്മുടെ കാർഡ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കാനാണ്. ഫസ്റ്റത്തെ കോളത്തിൽ നെയിം ഓൺ കാർഡ്, കാർഡ് നമ്പർ, കാർഡ് എക്സ്പയറി ഡേറ്റ്, കാർഡിൻ്റെ CVV നമ്പർ, മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ്സ് തുടങ്ങിയ ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം താഴെയുള്ള പേ എന്നുള്ള ബട്ടണൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ കാർഡ് ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം പേ എന്നുള്ള ഈ ബട്ടണൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ട്രാൻസാക്ഷൻ സമ്മറി എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ ഒരു വിൻഡോ വന്നിട്ടുണ്ടാവും. അവിടെ പേ എന്നുള്ള ബട്ടണൊന്നും കൂടി പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ മൊബൈലിലേക്ക് നമുക്കൊരു SMS വന്നിട്ടുണ്ടായിരിക്കും. അവിടെ നമ്മുടെ SMS വന്നിട്ടുള്ള ഒരു OTP കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള കൺഫേം എന്നുള്ള ഈ ബട്ടണിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. ചെലാൻ പേയ്മെൻറ്റ് ഹാസ് ബീൻ റിസീവ്ഡ് സക്സസ്ഫുള്ളി. അപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് പേ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ആ ഒരു റെസിപ്റ്റ് പ്രിൻറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ താഴെയുള്ള ജനറേറ്റർ പ്രിൻറ്റ് റെസിപ്റ്റ് എന്നുള്ളതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു റെസിപ്റ്റ് പ്രിൻറ്റ് എടുക്കാനായിട്ട് സാധിക്കും. നമ്മുടെ വാഹനങ്ങൾക്ക് AI ക്യാമറ പിഴ ചുമത്തിയിട്ടുണ്ടോ, അത് എങ്ങനെ ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്യുന്നത് എന്നുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കൂടെ ഉപകാരപ്പെടുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.